ഫോമിലാവാൻ വേണ്ടിയിട്ട് CSK താരങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. സഞ്ജു സാംസൺ 56 പന്തിൽ നിന്ന് 115 റൺസ് എടുത്ത് നോട്ട് ഔട്ടായിട്ട് നിന്നത് നമ്മൾ കണ്ടതാണ്. 6, 7, 9 എന്നീ ഇന്നിങ്സുകൾക്ക് ശേഷം ഒരു 2 അക്കമെങ്കിലും കടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എന്തിനാണ് 2 അക്കം, ഞാൻ 3 അക്കം അടിക്കാമെന്ന് പറഞ്ഞ് 115 റൺസാണ് സഞ്ജു സാംസൺ അടിച്ചെടുത്തത്. വലിയ കയ്യടികൾ, ആഘോഷങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത് CSK ക്യാമ്പിൽ നിന്ന്. 115 റൺസ് എടുത്ത സഞ്ജു സാംസണിൽ നമ്മൾ കണ്ടത് ആ ഒരു ഇന്നിങ്സിന് ശേഷം സഞ്ജുവിൻ്റെ ഉള്ളിലുള്ള കോൺഫിഡൻസ് ആണ്. ആദ്യമായാണ് CSK ബാറ്റ് ചെയ്യുന്നത്. CSK ഫസ്റ്റ് ഇന്നിങ്സാണ് ബാറ്റ് ചെയ്യുന്നു, സെക്കൻഡ് ഇന്നിങ്സിൽ ഫീൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിനെതിരെയാണ് സഞ്ജു ഇത് അടിക്കുന്നത്. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ബൗളിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നൂർ അഹമ്മദ് CSK വലിയ ആഗ്രഹത്തോടെ വാങ്ങിച്ച പ്ലെയറാണ്, റീറ്റെയിൻ ചെയ്ത പ്ലെയറാണ്. നൂർ അഹമ്മദിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു CSKക്ക്. പക്ഷേ ആദ്യത്തെ 3 മത്സരങ്ങളിലും വിക്കറ്റ് എടുത്തിട്ടില്ല. അത് CSKക്ക് വലിയൊരു തലവേദനയായി നിൽക്കുകയാണ്. അപ്പോൾ DCക്ക് വേണ്ടിയിട്ട് അശുതോഷ് ശർമ്മ ബാറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. നൂർ അഹമ്മദാണ് പന്ത് എറിയുന്നത്. അപ്പോൾ അശുതോഷ് ശർമ്മയ്ക്ക് വേണ്ടിയിട്ട് നൂർ അഹമ്മദ് എറിഞ്ഞ പന്ത് അശുതോഷ് കവേഴ്സിലൂടെ 6 അടിക്കുന്നു. നൂർ അഹമ്മദിനെ പോലെ ഒരു ലെജൻഡറി ബൗളറിനെ കവേഴ്സിലൂടെ അശുതോഷ് ശർമ്മ 6 അടിക്കുന്നു. നൂർ ആകെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. നൂറിൻ്റെ ആ പന്ത് കുറച്ച് സ്പീഡി ഡെലിവറി ആയിരുന്നു. ഇത് കണ്ടപാടെ സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പിങ്ങിൽ നിന്ന് നൂർ അഹമ്മദിലേക്ക് ഓടി വന്നിട്ട് കൃത്യമായ രീതിയിൽ ഒരു അഡ്വൈസ് കൊടുക്കുന്നു. എന്തോ പറയുന്നുണ്ട്. അപ്പോൾ കമൻറ്റേറ്റേഴ്സ് അത് നോട്ട് ചെയ്യുന്നു. സഞ്ജു സാംസൺ നൂർ അഹമ്മദിൻ്റെ അടുത്ത് വന്ന് എന്തോ സംസാരിക്കുന്നുണ്ട്. അത് നമുക്ക് റിഫ്ലക്റ്റ് ആവുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാമെന്ന രീതിയിൽ പറയുന്നു. സഞ്ജു സാംസൺ തിരികെ വിക്കറ്റ് കീപ്പിംഗ് പൊസിഷനിലേക്ക് പോകുന്നു. നൂർ അഹമ്മദ് ബൗളിംഗ് റണ്ണപ്പിലേക്ക് പോകുന്നു. അടുത്ത പന്ത് വീണ്ടും എറിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു? നൂർ അഹമ്മദ് അശുതോഷ് ശർമ്മയുടെ വിക്കറ്റ് എടുക്കുന്നു. കവേഴ്സിലൂടെ അടിക്കാൻ ശ്രമിക്കുന്നു. അവിടെ ഫീൽഡർ ഉണ്ടായിരുന്നു, സ്ലോവർ ബോളായിരുന്നു, അത് അടിക്കുന്നു, നേരെ ക്യാച്ച് പോകുന്നു. സഞ്ജു സാംസൺ സന്തോഷത്തോടു കൂടി നൂർ അഹമ്മദിൻ്റെ അടുത്ത് പോയിട്ട് ഞാനിത് പറഞ്ഞതല്ലേ എന്ന് കൃത്യമായൊരു ആക്ഷനും കൂടെ കാണിച്ചതിന് ശേഷം ഒരു കാര്യം വ്യക്തമാണ്. സഞ്ജു സാംസൻ്റെ ഉള്ളിൽ കോൺഫിഡൻസ് വരുന്നു. എല്ലാ താരങ്ങളും സഞ്ജുവിന് ചുറ്റും നിൽക്കുന്നു. സഞ്ജു കൊടുക്കുന്ന ഗൈഡൻസ് അവിടെ കൃത്യമായി വർക്ക് ആവുന്നു. സഞ്ജു ആ ഗൈഡൻസ് കൊടുത്ത് ആ വിക്കറ്റ് എടുത്തതിന് ശേഷം കമൻറ്റേറ്റർമാർ സഞ്ജുവിനെ അഭിനന്ദിക്കുന്നുണ്ട്. സഞ്ജു കൃത്യമായൊരു പ്ലാൻ കൊടുത്തു. ഇതുപോലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വേറൊരു ഫ്രാഞ്ചൈസിലെ ക്യാപ്റ്റൻ കൃത്യമായി വേറൊരു ഫ്രാഞ്ചൈസിലേക്ക് വരുമ്പോൾ അത് മറ്റ് താരങ്ങളെയും കൂടി അത് അനുകൂലമായ രീതിയിൽ ബാധിക്കുന്നു എന്ന് പറഞ്ഞ് സഞ്ജുവിനെ പുകഴ്ത്തുന്നൊരു സാഹചര്യം കൂടി നമ്മൾ കണ്ടു. അങ്ങനെ സഞ്ജു ഫേവറേറ്റായി, ചേട്ടൻ ഓൺ ഫയറായി. അവിടെ ചുറ്റും കൂടിയിരുന്ന CSK ആരാധകർക്കൊക്കെ തന്നെ കാര്യം മനസ്സിലായി. സഞ്ജു പറഞ്ഞു കൊടുത്ത ഐഡിയ സ്ലോവറായി ഫ്ലൈറ്റ് ചെയ്തിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ ഐഡിയ കൃത്യമായി അശുതോഷ് ആ ട്രാപ്പിൽ വീണതിന് ശേഷമാണ് പോകുന്നത്. അശുതോഷ് ശർമ്മ ഡൽഹി ക്യാപിറ്റൽസിന് ഇമ്പാക്ട് പ്ലെയറും കൂടിയായിരുന്നു. അപ്പോൾ ആ ഇമ്പാക്ട് പ്ലെയറിനെ വേറോടെ പിഴുതെറിയാൻ കൂടി സഞ്ജുവിൻ്റെ ആ ഐഡിയയിലൂടെ സംഭവിച്ചെന്നതും കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സഞ്ജുവിൻ്റെ ഐഡിയയും ഗൈഡൻസിനും വേണ്ടിയിട്ട് CSK താരങ്ങൾ ഒത്തുകൂടുകയാണ്. ഓർക്കുക, ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദാണ്. ആ 6 നൂർ അഹമ്മദിനെ അടിച്ചതിന് ശേഷം ഗെയ്ക്വാദ് ബൗണ്ടറി ലൈനിൽ നിൽക്കുകയാണ്. നൂർ അഹമ്മദിനോട് സംസാരിക്കാനോ അല്ലെങ്കിൽ പോയി കാണാനോ അല്ലെങ്കിൽ എന്താണ് ഐഡിയ, ഫീൽഡ് മാറ്റണമോ എന്നെ സംബന്ധിച്ച് ഒരു ധാരണയും ഗെയ്ക്വാദിന് ഉണ്ടാകുന്നില്ല. ഗെയ്ക്വാദ് വളരെ ലോ ഓൺ കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുകയാണ്. ഗെയ്ക്വാദിൽ നിന്നും ഭയങ്കരമായ പ്രകടനം ബാറ്റിങ്ങിൽ നിന്നും ഇതുവരെ CSKക്ക് കിട്ടിയിട്ടില്ല എന്നതും കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 2-3 ഇന്നിങ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഗംഭീരമായ പ്രകടനം ആസ് എ ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഈ സീസണിൽ നിന്നും ഗെയ്ക്വാദിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നത് കൂടി എടുത്തു പറയട്ടെ. സഞ്ജുവിൽ നിന്ന് കിട്ടിയത് സെഞ്ചുറിയാണ്. അത് ലാസ്റ്റ് ഇന്നിങ്സിലാണെങ്കിൽ പോലും അതിന് മൂന്ന് മുന്നത്തെ ഇന്നിങ്സിൽ പോലും സഞ്ജുവിൽ നിന്ന് ഭയങ്കരമായൊരു കോൺഫിഡൻസോ സന്തോഷമോ നമ്മൾ കണ്ടിട്ടില്ല. ക്യാമറയിൽ നോക്കി ചിരിക്കുന്നത് കാണാൻ കഴിയുന്നില്ല. സഞ്ജുവിനെ ഒന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ പോലും ചിരിച്ച മുഖത്തോടുകൂടി സഞ്ജുവിനെ കാണുന്നില്ല. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ഡൽഹി ക്യാപിറ്റൽസിനെതിരെയുള്ള സഞ്ജു സാംസന്റെ ബോഡി ലാംഗ്വേജ് എന്നതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ആ ഇന്നിങ്സിന് ശേഷം സഞ്ജുവിൻ്റെ ബോഡി ലാംഗ്വേജ് ഒട്ടാകെ മാറി. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഫീൽഡ് ചെയ്യുന്ന സമയത്തും സഞ്ജുവിൻ്റെ ബോഡി ലാംഗ്വേജ് മാറി. സഞ്ജു കൃത്യമായ ഗൈഡൻസ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നു. സഞ്ജു കീപ്പ് ചെയ്യുമ്പോൾ തന്നെ സഞ്ജുവിൻ്റെ ഉള്ളിൽ കോൺഫിഡൻസ് വരുന്നു. സോ ആൻ ഇന്നിങ്സ് ക്യാൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ദ ബോഡി ലാംഗ്വേജ് ഓഫ് എ പേഴ്സൺ. സഞ്ജു ആ സെഞ്ചുറി അടിച്ചതിന് ശേഷം തലൈവർ സ്റ്റൈലിൽ ഇങ്ങനെ ഒരു സല്യൂട്ട് കൂടെ കൊടുത്തത് ഡഗ്ഔട്ട് നോക്കിയിട്ടാണ്. സോ ഐ ആം ബാക്ക് എന്ന് സഞ്ജു പറയുകയും ചെയ്യുന്നുണ്ട്. സഞ്ജുവിന് എപ്പോഴും ഈ കംബാക്കുകൾ പുത്തിരിയില്ലല്ലോ. നമ്മൾ ഒരുപാട് സഞ്ജുവിൻ്റെ കംബാക്കുകൾ കണ്ടിട്ടുണ്ട്. ബ്ലൂ ജേഴ്സിയിൽ നിന്ന്, രാജസ്ഥാൻ ജേഴ്സിയിൽ നിന്ന്, ഇപ്പോൾ CSK ജേഴ്സിയിൽ കംബാക്കുകളുടെ ഒരു ഘോഷയാത്ര നിറഞ്ഞൊരു ജീവിതമാണ് സഞ്ജു സാംസൻ്റേത്. സോ കമ്മിങ് ടു ദ സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ ഗെയ്ക്വാദാണോ സഞ്ജു ആണോ ക്യാപ്റ്റൻ എന്നുള്ളതാണ് നിർണായകമായ ചോദ്യം. പ്ലെയേഴ്സിന് എല്ലാവർക്കും സഞ്ജുവിന് മതി. സഞ്ജുവിൻ്റെ ഗൈഡൻസിൽ വിക്കറ്റ് കിട്ടുന്നുണ്ട്. സഞ്ജു ഒരു പ്ലെയറിൽ ഓൺ കോൺഫിഡൻസ് ആണെങ്കിൽ പോയി സംസാരിക്കുന്നുണ്ട്. സഞ്ജു ലീഡിങ് ഫ്രം ദ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു സെഞ്ചുറി അടിക്കുന്നുണ്ട്. എന്നാൽ ഗെയ്ക്വാദിനൊന്നും കഴിയുന്നില്ല. ഗെയ്ക്വാദും ഇതനുസരിച്ചാണ് ചെയ്തിരുന്നെങ്കിൽ രണ്ടുപേരും തുല്യം സമാസമം എന്ന രീതിയിൽ നമുക്കതൊന്നും തള്ളിക്കളയാമായിരുന്നു. പക്ഷേ ഗെയ്ക്വാദ് ഒന്നും ചെയ്യുന്നില്ല. ഗെയ്ക്വാദിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാവുന്നില്ല. ഗെയ്ക്വാദ് ബൗണ്ടറി ലൈനിൽ പോയി നിൽക്കുകയാണ്. ബൗളേഴ്സിന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഫീൽഡിംഗ് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. സഞ്ജുവും ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ബൗളേഴ്സിന് ഷഫിൾ ചെയ്യുന്നത് മാത്രമാണ് ഒരു ക്യാപ്റ്റൻ ജോലി എന്നുള്ള നിർണായകമായ ഒരു ചോദ്യവും കൂടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, ഗെയ്ക്വാദിനേക്കാൾ കൂടുതൽ ഫാൻ പവർ സഞ്ജുവിനുണ്ട്. CSKയിൽ സഞ്ജു വന്നത് ചെന്നൈ ആരാധകരുടെ എണ്ണം കൂട്ടിയത് ചെറുതായിട്ടൊന്നുമില്ല. ഇപ്പോഴും ധോണിയുടെ വിടവ്
CSK ആരാധകർ അധികം അറിയാത്തത് സഞ്ജു ഉള്ളതുകൊണ്ടാണ്. സോ ഇങ്ങനെയുള്ള പല ബേസിക്സും ആസ്പെക്ട്സും എടുത്ത് നോക്കുമ്പോഴേക്കും ഗെയ്ക്വാദിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ആരാധകർ. ഗെയ്ക്വാദ് വാസ് ബാറ്റിംഗ് വെൽ, ഇല്ലെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഗെയ്ക്വാദിൽ നിന്നൊരു മാജിക്കൽ ഇന്നിങ്സ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഗെയ്ക്വാദിൽ നിന്നൊരു മാജിക്കൽ കോൺട്രിബ്യൂഷൻ ആസ് എ ക്യാപ്റ്റൻ കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് സഞ്ജു ഇതെല്ലാം നികത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സഞ്ജു ദ നെക്സ്റ്റ് ക്യാപ്റ്റൻ ഓഫ് CSK എന്നുള്ള ചോദ്യവും കൂടെ നിലനിൽക്കുന്നത്. എന്തായാലും താരങ്ങളെല്ലാവരും സഞ്ജുവിൽ കോൺഫിഡൻസ് ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നൂർ അഹമ്മദ് ഇൻസിഡൻറ്റിൽ നിന്നും വ്യക്തമാകുന്ന സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.